అందమైన యదునందనుపై కుందనదన విరమోదక పరిమళ గంధము కొయ్యరుగా. അല്ല, ഇത് ആരൊക്കെയായി വന്നിരിക്കുന്നേ? രാധികേ, ഉമ്മറത്താരോ വന്നിരിക്കുന്നു. ഇന്നത്തെ അന്ന് അവിടെ പോകുന്നുണ്ട്. അങ്ങ് ഒന്ന് അവിടം വരെ പോയാലും. പോടി അവിടുന്ന്, അച്ഛനെ കളിയാക്കുന്നോ? ഷെടാ, സിദ്ധു പറഞ്ഞത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അപ്പൊ പൂമുഖത്തേക്കൊരു ബ്ലാക്ക് ടീയാ? പൂമുഖത്താരതിന്റെ അച്ഛൻ വന്നിരിക്കുന്ന, നിനക്ക് ചായ അല്ലേ വേണ്ടത്? ബാ. എന്താണ് ഇവിടെ ഒരു കശാപ്പിശ? ഇവിടെ ഒരു പിശയും ഇല്ല. അവിടെ ആരാ വന്നത്? എനിക്കറിയില്ല മോൾ. രാധിക സിദ്ധാർത്ഥ് നോക്കാൻ പോയി. പോയ സ്പീഡിൽ തിരിച്ചു വരുന്നു. ആരാമ്മ വന്ന? അച്ഛൻ ഇന്നലെ പറഞ്ഞില്ലേ ആ കൂട്ടരാ വന്നിരിക്കുന്നേ. അവര് മോളെ ഒന്ന് കണ്ടിട്ട് പോവാൻ ഇതുവഴി പോയപ്പോ കേറിയതാണെന്ന്. കള്ളം, ഇങ്ങോട്ട് തന്നെ വന്നായിരിക്കും. എന്നിട്ട് ഡയലോഗ് വേറെ. ആവോ, നീ പോയി ദുർഗയോട് വേഗം റെഡിയായി വരാൻ പറ. പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ നിങ്ങൾക്ക്? നടക്കട്ടെ, ഞാൻ പോയി ദൂത് കൊടുത്തിട്ട് വരാം. അപ്പു, ഞാൻ മേളിലേക്ക് പോകുന്നുണ്ട്, ഞാൻ പോയി പറയാം. അത് നന്നായി. ഞാൻ ഉമ്മറത്തിരിക്കണ കോന്തനെ കണ്ടിട്ട് വരാം. എന്റെ കർത്താവേ, ഇവളെന്തുവായി കാണിക്കുന്ന? ഹായ്, വാ, എന്താ ഡാൻസ്! അടിപൊളി. എനിക്കങ്ങ് വല്ലാണ്ട് ബോധിച്ചത്. എന്ത് ഷേ, അടിപൊളിയായിരുന്നു. ഇന്ന് നല്ല ഹാപ്പിനെസ്സിനാണല്ലോ മാഡം. എന്താ കാര്യം? അത് ഇയാളോട് പറയേണ്ട കാര്യമില്ല. വേണ്ട, പറയണ്ട. താഴെ നിന്നെ കെട്ടിയെടുക്കാൻ പോണെന്ന് പറഞ്ഞൊരു കോന്തനില്ലേ, അവൻ വന്നിരിപ്പുണ്ട്. അവനോട് പറഞ്ഞാ മതി. എന്ത് ഇത്ര നേരം കണ്ട ഹാപ്പിനെസ് ഒന്നും ഇല്ലല്ലോ മുഖത്ത്? എവിടെ പോയി? താനൊന്ന് പുറത്തേക്ക് ഞാൻ സത്യം ചെയ്ത് തരാം. താനിതുവരെ പോയില്ലേ? ഇല്ല, ഞാൻ പറയാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അമ്മ നിന്നോട് വേഗം റെഡിയായി താഴേക്ക് വരാൻ പറഞ്ഞു. ഞാൻ വരില്ല, എനിക്ക് ആരെയും കാണുകയുമില്ല. എന്നാ ഞാൻ അമ്മേനെ മുകളിലേക്ക് പറഞ്ഞുവിടാം. അമ്മയോട് പറഞ്ഞാൽ മതി. നീ ഇതുവരെ റെഡിയായില്ലേ? ഇല്ല, എനിക്ക് ആരെയും കാണണ്ട, ഞാൻ വരില്ല. നീ കാണണ്ട, അവർക്ക് കാണാനാ. ചേച്ചി കൂടി ഇങ്ങനെ പറഞ്ഞാലോ? സ്വാഭാവികം, മനസ്സിലാകും. നീ ഒന്ന് താഴേക്ക് വാടാ. അവര് കണ്ട് കട്ടം കുടിച്ചിട്ട് പോട്ടെ, ബാക്കിയുള്ളതൊക്കെ അത് കഴിഞ്ഞിട്ടല്ലേ. ഇല്ല, ഞാൻ വരില്ല, എന്നെ ആരും കാണണ്ട. എടാ, ഇതൊരു നടക്ക് പോകൂല. ദുർഗ, നീ ഞങ്ങളെ പറയണ കേക്ക്. ബാക്കിയുള്ള കാര്യം ഇത് കഴിഞ്ഞിട്ടല്ലേ. നമുക്കറിയാത്ത എത്ര, ജീവിതത്തിൽ കണ്ടിട്ട് പോലുള്ളാത്ത എത്ര ബന്ധുക്കാർ വരുന്നു നമ്മുടെ വീട്ടിൽ. നമ്മളെന്നാലും എന്താ ചെയ്യുക? നമ്മൾ ചെല്ലുന്നു, അവരുടെ മുമ്പിൽ നിൽക്കുന്നു, ചിരിക്കുന്നു, അവരെന്നും ചോദിച്ചാൽ മറുപടി പറയുന്നു, തിരിച്ചു പോരുന്നു. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. എന്നാലും ഇല്ല, നീ റെഡിയായി താഴേക്ക് വാ. ഞാൻ താഴേക്ക് ഇറങ്ങട്ടെ. ക്രിസ്റ്റി വാ, നമുക്ക് പോവാം. നീ നടന്നോടാ, ഞാൻ എന്താ വരുന്നു. അതെ, ഒരുപാട് ഒരുങ്ങാനൊന്നും നിൽക്കണ്ട, സിമ്പിളായിട്ട് വന്നാൽ മതി. അതെന്താ? എനിക്ക് പണിയാ അവസാനമായിട്ടാ. എന്താ പറഞ്ഞ? നത്തിങ്.
ഇന്നലത്തെ കാര്യം പൊന്നുമോള് മറന്നിട്ടില്ലല്ലോ അല്ലേ? ഓർമ്മയിലുണ്ടാവണം, ഉണ്ടായാൽ മതി. അയ്യേ, എന്താ അയ്യേ? എന്നാ താഴത്തേക്ക് ഞാൻ ചെല്ലട്ടെ? ഞാൻ താഴെ ഉണ്ടാകും. അതിന് അല്ല, അതിനൊന്നുമില്ല. എന്നാ ശരിയെന്ന്. മോൻ എപ്പ എത്തി? Can you feel it? I'm the one, can you feel it? Darling, can I be your favorite? I'll be your girl and you taste it. I know what you want, yeah, just take it. ഞാൻ മൺഡേ വന്നു അങ്കിൾ. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, വീട്ടിലേക്ക് വരണം എന്നൊന്നുമില്ല. അവർക്ക് വിദേശമാണെല്ലാം. വന്നാൽ വന്നു. എന്നാ പിന്നെ മോളെ വിളിക്കാല്ലേ ഏട്ടാ? ആ അതെ അതെ. രാധികേ, നീ മോളെ വിളിക്ക. മോളെ ദുർഗ. കർപ്പൂര കന്നികയെ വാരായ്, അടി അളന്ന് അളന്ന് നയന്ന് നയന്ന് പാരായ്. നീ മംഗല മഹാറാണിയേ, വലത് കാലെടുത്ത് വാരായ് നീയേ. നീ വന്ന ഇടം വളமாக, சென்ற இடம் வளமாக, சேர்ந்த இடம் சுகமாக வாழ போறே. ഹായ് വാ, എന്റെ സിസ്റ്റല്ലേ മോശമാവില്ല, അടിപൊളി, പൊളിച്ചു മോളെ. ഇവളാണോ മേളിൽ കിടന്ന് ഇത്രയും നാടകം കളിച്ചത്? അവൻ താലി കൊണ്ടുവരാത്ത എത്ര ഭാഗ്യം. എല്ലാം കൂടി വാരിച്ചുറ്റി വന്നേക്കുവാ. എന്തിനാണോ എന്തോ നോക്കുന്നു. എനിക്ക് അടുത്ത പണി എങ്ങനെ തരാം എന്നായിരിക്കും ആ കുരുട്ട് കഥയിൽ ആലോചിക്കുന്നത്. അവളുടെ ഒരു ഡ്രസ്സും കിണി, ഓ എല്ലാം കൂടി കണ്ടിട്ട് എനിക്ക് അങ്ങ് പെരുത്ത് വരണുണ്ട്. അല്ല, എനിക്കെന്താണ്? അവള് കെട്ടിപ്പോയി എനിക്കെന്ത്? നീ എന്തിനാ ക്രിസ്റ്റി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന? ഓഹ് ഗോഡ്, വേണ്ട ക്രിസ്റ്റി, വേണ്ട. ഇതാണ് മോള് ദുർഗ. അല്ല, സിദ്ധാർത്ഥിന് 2 കുട്ടികളല്ലേ? എവിടെ മൂത്താളെവിടെ? ദേ, ഇതാണ് മൂത്താള് അശ്വിന, അപ്പൂന്ന് വിളിക്കും. രാധികയെ പോലെ തന്നെ ഉണ്ട് മോള്. ഇളയതെന്താ മോശാകോ? അത് സിദ്ധാർത്ഥ് തന്നെ. അല്ല, മോൾ എന്ത് ചെയ്യുന്നു? അവൾ ഇപ്പൊ അവിടെ നിൽക്കുന്നു. തള്ളയുടെ ചാട്ട ഇങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ആന്റിക്ക് എത്ര മക്കളാ? എനിക്ക് 2 മക്കളാ. മൂത്തവൻ അങ്ങ് അമേരിക്കയിലാ. ഇതെന്റെ 2ാമത്തെ മോനാ. അപ്പൊ എങ്ങനാ സിദ്ധാർത്ഥ കാര്യങ്ങൾ? ഏട്ടൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഏട്ടൻ വന്നിട്ട് ഏട്ടനോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ വിളിക്കാം. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ഞങ്ങൾ ഇറങ്ങട്ടെ? അല്ല, പിള്ളേരൊന്നും സംസാരിച്ചില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ. എന്തു അതിന് മാത്രം ചോദിക്കാനും പറയാനുള്ളത്? ഈ അച്ഛൻ സമ്മതിക്കൂല. അതെ അതെ, കുട്ടികൾ സംസാരിക്കട്ടെ. അവർക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിലോ. എന്നാ പിന്നെ ആൾക്ക് ഈ വഴക്കം തെറ്റിക്കില്ല. മോൻ ചെല്ല്. എന്തെങ്കിലും പറയടോ. ഞാനിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാന്ന് തോന്നുന്നു എന്താ ചോദിക്കണ്ടെന്നൊരു കൺഫ്യൂഷൻ. ദുർഗ, എന്തെങ്കിലും പറയടോ. ഞാൻ എന്താ ഒന്നും പറയാത്ത? എനിക്കൊരു കൺഫ്യൂഷൻ. അല്ല, എന്റെ നെയിം എങ്ങനെ? ഭാവി വധുവിന്റെ പേര് അറിഞ്ഞിരിക്കണം എന്നാണല്ലോ ശാസ്ത്രം. അമ്മ പറഞ്ഞു. ഫോട്ടോയും ഞാൻ കണ്ടായിരുന്നു. അവളുടെ ഒരു കിണി, ശാസ്ത്രമല്ല മൂന്നാം കൊട്ട. ഭാവി അതും അവന്റെ. ഓഹ് ഗോഡ്. നീ എന്താടാ ഇവിടെ നിൽക്കുന്ന? കാറ്റ് കൊള്ളാൻ വന്നത്. എന്തേ? എന്നിട്ട് കൊണ്ടോ? ആ, കൊള്ളുന്നുണ്ട്, ശരിക്ക് കൊള്ളുന്നുണ്ട്. ഇങ്ങനെയാണ് കൊള്ളലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അവൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. എന്താണ് നീ എന്ത് തേങ്ങയുടെ പറയണ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാറ്റേ കൊള്ളുന്നുണ്ടെന്ന്. എന്നിട്ട് എനിക്ക് കിട്ടുന്നില്ലല്ലോ.
ഇവൾക്ക് എന്ത് പറ്റി? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞങ്ങൾ ഇറങ്ങട്ടെ സിദ്ധാർത്ഥ. അങ്ങനെ ആവട്ടെ, ഏട്ടൻ വന്നിട്ട് ഞാൻ വിളിക്കാം. എന്നാ ശരി രാധികെ, ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ ആവട്ടെ ലക്ഷ്മി, ഇടക്കൊക്കെ ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇറങ്ങ്. അതിലെന്താ രാധികെ, എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ. ഇവന് കെട്ടാൻ മുട്ട് വെക്കാൻ നോക്കുന്നുണ്ടല്ലേ ചേറ്റ. ഹലോ ചെറിയ മാസ്, എവിടെ കല്യാണ പെണ്ണെ? ആ ഇതാര്? നീ ഇത് എവിടായിരുന്നു? ചെക്കനും കൂട്ടനും വന്നപ്പോ നീ ഏട്ടനും ഇല്ല. അതല്ലേ എന്റെ രാധിക കൊച്ചെ, ഞാൻ ഇപ്പൊ ഇങ്ങ് വന്നത്. എല്ലാം കഴിഞ്ഞിട്ടോ? അതിനെന്താ ചെറിയമ്മ, പെണ്ണ് നമ്മുടെ വീട്ടിൽ തന്നെ ഇല്ലേ? പിന്നെ അളിയനെ പറ്റപ്പെട്ടുണ്ടെങ്കിൽ ടൈം ഉണ്ടല്ലോ. അല്ല, ഒരെണ്ണത്തിന് പോലും കാണുന്നില്ലല്ലോ, എന്ത് എല്ലാം? അവര് മുകളിലുണ്ട്, മോൻ മുകളിലോട്ടല്ലേ? അല്ല, ഇത് എന്ത് എല്ലാം കൂടി അടിഞ്ഞുകൂടി ഒരിടത്തിരിക്കുന്ന? ഞങ്ങൾ അതിനിഗൂഢമായ ചർച്ചയിലാണ്. അതെന്താണ് ഇത്ര നിഗൂഢം? വേറെ കാര്യമല്ല, ഒരു ചെറിയ കാര്യമില്ല. ഇവളുടെ കല്യാണം എങ്ങനെ മുടക്കാം? കല്യാണം മുടക്കാൻ പോകുന്ന എന്തിനീ? അയ്യോ പയ്യ പറയണ്ട മരഭൂതമേ. എന്തിന് കല്യാണം മുടക്കാൻ പോകുന്ന? ഇത്രയും ഒച്ചകുറവ് വേണ്ട, കുറച്ചുകൂടി വെച്ചാകാം. കാരണം ബാക്കിയുള്ളവർ കൂടി കേൾക്കണമല്ലോ. അപ്പൊ നീ ചുമ്മാ തമാശ കളിക്കല്ലേ? എന്തിനാ കല്യാണം മുടക്കുന്നത്? എന്തിനാ കല്യാണം മുടക്കുന്നത്? അവൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. അവൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അവൾക്ക് വേണ്ടെന്നും പറഞ്ഞ് അവള് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് എന്റെ കൂടെ നടക്കുന്നു. ചേട്ടനായ നീ വേണം ഇതൊക്കെ ചെയ്യാൻ, എന്നിട്ടും ചേച്ചിയായി ഞാൻ മുൻകൈയെടുത്ത് ഇറങ്ങിയില്ലേ? അവളുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള നീയും ഇതിന് കൂട്ടു നിൽക്കുവാണോ? അതെ അതെ, എന്റെ നെഞ്ചത്തേക്ക് വരും. ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ. കാരണം നോക്കി പൊട്ടിച്ചാലും എനിക്ക് വേണ്ട ഇപ്പൊ കല്യാണം. ഞാനും ഏട്ടാ. അയ്യോ, നീ ഇങ്ങനെ നിഷ്കളങ്കത പാറ്റി പെതറല്ലേ? നിന്റെ യഥാർത്ഥ സ്വഭാവം എന്താന്ന് എനിക്ക് അറിയാവുള്ളു. അതെ, എന്തെങ്കിലും നടക്കുന്നതിന് മുമ്പ്, പെണ്ണ് കാണൽ വരെ ആയിട്ടുള്ള എന്തെങ്കിലും നടക്കണതിന് മുമ്പ് ഇതൊന്നും മുടക്കാൻ പറ്റുമോ? നിന്റെയൊക്കെ പ്രാന്തിനെ ഞാൻ കൂടി കൂട്ടുന്ന ചെറിയ ചെറിയ തെക്കേ തൊടിയിക്കുന്ന മാവങ്ങ മുറിക്കും. അതെന്തിനാ മാവ് മുറിക്കുന്നേ? നീ ചിരിക്കല്ലേ. നേരത്തെ രണ്ടെണ്ണത്തിന് സഹിച്ചാ മതി, ഇപ്പൊ മൂന്നാമതൊരെണ്ണം കൂടി. അല്ല, മാവ് മുറിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞില്ല. ഓ, അതാണല്ലോ ഇപ്പൊ ഇവിടുത്തെ കാര്യം. നിങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു ഐഡിയ പറ. ഇതിപ്പോ അവളുടെ കല്യാണം മുടക്കാൻ അവളേക്കാൾ താല്പര്യം നിനക്കാണല്ലോ. பிரம்மாண்ட காலம் நீ தந்து சென்றாய், என் நாட்கள் தீர்ந்ததே. உன் பாத சூட்டில் என் காதல் பூக்கும், நம் தேடல் தீருமே.